നമസ്തേ. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ മൂന്നാം ജയം സ്വന്തമാക്കി. യുവതാരം റിയാൻ പരാഗിന്റെയും ബൗളർമാരുടെയും തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത്. അതേസമയം തുടർ പരാജയങ്ങളിൽ വലയുകയാണ് മുംബൈ ഇന്ത്യൻസ്. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌവിനെ നേരിടും. IPL ആവേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദിരാജിത് കുമാർ, എൻ്റെ കൂടെ IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി തുടർച്ചയായ മൂന്നാം വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ്. മുംബൈക്കെതിരെ 6 വിക്കറ്റ് വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. വിജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. കളിച്ച 3 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. വാങ്ഡേലെ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങാനാണ് മുംബൈ ഇന്ത്യൻസിന് ഇന്ന് വിധിയുണ്ടായത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പരാജയപ്പെട്ട മുംബൈ രാജസ്ഥാനെതിരെ 6 വിക്കറ്റിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. വാങ്ഡേൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ മുംബൈയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നായകൻ സഞ്ജുവിൻ്റെ തീരുമാനത്തെ ശരിവയ്ക്കുന്ന പ്രകടനമാണ് രാജസ്ഥാൻ ബൗളർമാർ കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ, നമാൻദിർ, ഡവാൾഡ് ബ്രവിസ് എന്നിവരെയെല്ലാം അക്കൗണ്ട് തുറക്കും മുമ്പേ ട്രെൻഡ് ബോൾട്ട് കൂടാരം കയറ്റി. നായകൻ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും നേരിയ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും അതിനും അധികമായുസ് ഉണ്ടായിരുന്നില്ല. 3 വിക്കറ്റുമായി യുസ്വേന്ദ്ര ചാഹലും കത്തിക്കയറിയതോടെ മുംബൈ സ്കോർ 20 ഓവറിൽ 125 റൺസിൽ അവസാനിച്ചു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ്റെ തുടക്കവും തകർച്ചയോടെയായിരുന്നു. ഫോം കണ്ടെത്താനാകാതെ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറും പെട്ടെന്ന് മടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസണും അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയെന്ന് തോന്നിയ നിമിഷം യുവതാരം റിയാൻ പരാഗ് ഒരിക്കൽ കൂടി രാജസ്ഥാൻ്റെ രക്ഷകനായി അവതരിച്ചു. തുടർച്ചയായ 2ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി തിളങ്ങിയ താരം രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു. രാജസ്ഥാൻ്റേത് ഈ സീസണിലെ തുടർച്ചയായ 3ാം വിജയമാണ്. അതേസമയം 3 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. സീസണിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗാണ് റൺ വേട്ടക്കാരിൽ മുന്നിൽ. 3 വിക്കറ്റുമായി മുംബൈയുടെ മുനയൊടിച്ച ട്രെൻഡ് ബോൾട്ടാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, ജനം. ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പോരാളികൾ തുടർച്ചയായ 3ാം തോൽവി. എന്താണെങ്കിലും സ്വന്തം കാണികൾക്ക് മുമ്പിൽ ജയിച്ച് കാണിക്കുമെന്ന് പറഞ്ഞ കുറെ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം കാണികൾക്ക് മുമ്പിലും മത്സരിച്ചപ്പോൾ അവിടെയും പരാജയം ഏറ്റുവാങ്ങാനാണ് മുംബൈക്ക് ഇന്നലെ വിധി ഉണ്ടായത്. നമുക്കറിയാം, രാജസ്ഥാൻ സഞ്ജുവിന്റെ രാജസ്ഥാൻ അവരെ കീഴടക്കിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കി ജയയാത്ര സ്വന്തം ടീമാണ് രാജസ്ഥാൻ. 3 ജയം, പോയിന്റ് ടേബിളിൽ ഒന്നാമതാണ്. അപ്പൊ ഇന്നലത്തെ രാജസ്ഥാൻ മുംബൈ പോരാട്ടത്തെ ഒരു ആരാധകൻ എന്നുള്ളതിനപ്പുറം ശരത്ത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? കാരണം ഇന്നലത്തെ മത്സരം പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ടോസ് ഒരു അനുകൂല ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ടോസ് ലഭിച്ച സഞ്ജു സാംസൺ അവരെ ബാറ്റിങ്ങിന് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി തന്നെ ആ ഒരു തീരുമാനം ഫലം ചെയ്യുന്ന ഒരു നമുക്ക് ആ ആദ്യ ഓവറുകൾ തന്നെ അത് മാത്രമല്ല, ബൗളിംഗ് റൊട്ടേഷനിലായിക്കോട്ടെ, ഫീൽഡിംഗ് പ്ലേസ്മെന്റിലായിക്കോട്ടെ, എല്ലായിടത്തും സഞ്ജു എന്നുള്ള ഒരു നായകൻ കളം നിറഞ്ഞെന്ന് നമുക്ക് പറയാം. അതെ, തീർച്ചയായും. കാരണം അപ്പം ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ട്രെൻഡ് ബോൾട്ട് തുടങ്ങി. അദ്ദേഹം 3 വിക്കറ്റുകളാണ് എടുത്തത്. അതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹം വീഴ്ത്തിയ 3 വിക്കറ്റും ആ താരങ്ങൾ 3 പേരും സംയോജനമായിട്ടാണ് പുറത്താകുന്നത്. റൺസ് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചതേയില്ല. അതിനുശേഷം കാർത്തിക്കിനൊപ്പം 17 തവണ ഡക്കായ താരമെന്ന ഒരു നാണംകെട്ട റെക്കോർഡ് കൂടി രോഹിത് ശർമ്മ ഇന്നലെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പിന്നെ മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മലയാളികളെയും ക്രിക്കറ്റ് ആരാധകരെയും സംബന്ധിച്ചിടത്തോളം അത് തീർത്തും വിഷമകരമായ ഒരു വസ്തുതയാണ്. കാരണം സഞ്ജു സാംസണിൽ നിന്ന് ഇതിൽ മികച്ച ഇന്നിംഗ്സ് ആണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലോകകപ്പും കൂടി അടുത്തിരിക്കെ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് യുവതാരം റിയാൻ പരാഗിന്റെ പ്രകടനമാണ്. താരം ഈ സീസണിലെ കാരണം ഈ സീസണിന്റെ തുടക്ക മത്സരം മുതൽ അദ്ദേഹം മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്തുതന്നെയാലും ഇന്നത്തെ മത്സരത്തിന്റെ വിശദമായ ഒരു വിശകലനം നൽകുന്നതിന് വേണ്ടി BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്നലത്തെ മത്സരത്തിനെ ഏത് രീതിയിലാണ് സാർ നോക്കി കാണുന്നത്? ആദ്യമായിട്ട് ശ്രീ രവിയച്ചൻ, ക്രിക്കറ്റിന്റെ എല്ലാമായിരുന്ന കേരള ക്രിക്കറ്റിന്റെ എല്ലാമായിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ IPL-ന്റെ വിശേഷങ്ങൾ തുടരാം. ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ ആധികാരികമായിട്ട് രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു റോയൽ വിജയം കരസ്ഥമാക്കി എന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് വിമർശനങ്ങൾക്കെല്ലാം ഒരു മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുംബൈ ദയനീയമായിട്ട് ആദ്യത്തെ 4 ഓവർ കഴിഞ്ഞപ്പോഴേ
കളി കൈവിട്ട രീതിയിലായിരുന്നു. കാരണം ആദ്യത്തെ 4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടപ്പെടുന്നു. വെറും 20 റൺസ് മാത്രമാണ് അപ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. പിന്നീട് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഒരു സാമാന്യം 128 എന്നൊക്കെ പറഞ്ഞ ഒരു സ്കോറേ അല്ല ഒരു T20 ക്രിക്കറ്റിൽ. ആ ഒരു സ്കോർ സാമാന്യം ഒരു ഭേദപ്പെട്ട സ്കോർ എന്ന് പ്രതീക്ഷിച്ച് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ ആവട്ടെ വളരെ കൺവിൻസിംഗ് ആയിട്ട്, ഇപ്പൊ റിയാൻ പരാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആസാമിന് വേണ്ടി ഏറ്റവും അധികം ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫിയിലൊക്കെ റൺസ് നേടിയ ഒരു താരം, ഈ യുവതാരം, അദ്ദേഹം രണ്ടാമത്തെ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിച്ച് ഒരു മികച്ച ഇന്നിങ്സിലൂടെ അദ്ദേഹം വീണ്ടും ഒരു വിജയം രാജസ്ഥാന് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് രാജസ്ഥാന്റെ ബൗളർമാരുടെ മികച്ച പ്രകടനം. അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെന്റ് ബോൾട്ട്, അത് പറയാതെ ഇരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം എടുത്ത 3 വിക്കറ്റ്, ആദ്യത്തെ 2 ഓവറിൽ തന്നെ 3 വിക്കറ്റ് നേടുന്നു. കൂടാതെ ബർഗർ എന്നുള്ള ആ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറിന്റെ 2 ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സ്, അതാണ് പറയേണ്ടത്. രാജസ്ഥാന്റെ 2 മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ബൗളർമാർ. പിന്നീട് വന്ന ചഹലാവട്ടെ, അദ്ദേഹം എടുത്ത 3 വിക്കറ്റ്, അതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിരുന്നു. കാരണം ചഹലിനെ കൊണ്ടുവന്ന ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ഫോമിൽ വരുന്ന ഒരു ഘട്ടത്തിലാണ് ചഹല് വന്ന് ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ബൗളർമാര് ഒരു വിജയം നേടിക്കൊടുത്തു എന്ന് വേണം രാജസ്ഥാനെ കുറിച്ച് പറയാൻ. പിന്നീട് റിയാൻ പരാഗിന്റെ മികച്ച ഒരു അർദ്ധ സെഞ്ചുറിയിലൂടെ ബാറ്റിംഗ്. അപ്പൊ ടീം എന്നുള്ള രീതിയിൽ ടീം കോമ്പിനേഷൻ അവിടെയാണ്, ടീം കമ്പൈൻഡ് ആയിട്ട് ആ വിജയം കരസ്ഥമാക്കി. വളരെ 3ാമത്തെ തുടർച്ചയായിട്ടുള്ള വിജയം. ഈ ഒരു നേട്ടം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈക്കെതിരെ ഒരു വിജയം നേടി അവരുടെ രാജസ്ഥാന്റെ താരങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുന്നു. സഞ്ജുവിന്റെ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച. അത് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ലോകകപ്പ് വരുന്നു, എല്ലാവരും ഉറ്റുനോക്കുന്നു. കീപ്പിംഗ് ഇന്നലെ മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ആ ക്യാച്ച്, ആ തുടക്കത്തിലെ ആദ്യത്തെ ക്യാച്ച്, അത് വളരെ മികച്ച രീതിയിൽ നല്ലൊരു ക്യാപ്റ്റൻസി നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. ബോളർമാരെ ഷഫിൾ ചെയ്യിക്കുന്ന രീതിയും എല്ലാ രീതിയിലും ഫീൽഡ് സെറ്റ് ചെയ്യുന്ന രീതിയും എല്ലാ രീതിയിലും സഞ്ജു വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നെങ്കിലും ബാറ്റിംഗിൽ എനിക്ക് തോന്നുന്നു ഇനിയും ധാരാളം 11 മത്സരങ്ങൾ അവശേഷിക്കുന്നു. അപ്പൊ അവസരങ്ങൾ ലഭിക്കും. ആ അവസരങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ലോകകപ്പ് എന്നുള്ള ആ ഒരു സ്വപ്നം, ആ ടീമിലോട്ടുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് നിലനിർത്താൻ സാധിക്കും. അവിടെ മുംബൈക്ക് സംഭവിച്ചത് പൂർണ്ണമായിട്ടും ഒരു സമ്മർദ്ദത്തിൽ, അവര് കളിക്കുന്നത് വളരെ സമ്മർദ്ദത്തിലാണ്. ഇമ്പാക്ട് പ്ലെയറിനെ കൊണ്ടിരുന്നു, അദ്ദേഹവും ആദ്യ പന്തിൽ തന്നെ പെവിലിയനിലോട്ട് മടങ്ങുന്നു. അപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിലെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമാവുന്നു, ഇഷാൻ കൃഷ്ണ ആയാലും എല്ലാ രീതിയിലും ബാറ്റർമാരുടെ പൂർണ്ണ പരാജയം. ഈ ഒരു ചെറിയ സ്കോറിന് ബോളർമാർക്ക് നമ്മൾ പഴിയാറിയിട്ട് കാര്യമില്ല. കാര്യം ഇത് മറികടക്കാനായിട്ട് അനായാസം രാജസ്ഥാന് കഴിയും എന്നുള്ളത് വ്യക്തമായിരുന്നു. എങ്കിൽ തന്നെയും ഇന്നലെ പ്രതീക്ഷിച്ച ഒരു മത്സരമല്ല വാങ്കഡയിൽ നടന്നത്. അതുപോലെ തന്നെ ഇന്നലെ മത്സരത്തിന് മുമ്പ് തന്നെ ട്വിറ്ററിലൊക്കെ വന്നൊരു വാർത്തയാണ് രോഹിത് ശർമ്മയ്ക്ക് പിന്തുണയുമായി എത്തിയ, അല്ലെങ്കിൽ രോഹിത്തിനെ ഇത് ചെയ്തിട്ടുള്ള ബാനറും പ്ലക്കാർഡുമായി എത്തിയ ആരാധകരെ സ്റ്റേഡിയത്തിന് പുറത്ത് തടഞ്ഞു, പ്ലക്കാർഡ്സ് ഒക്കെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് സ്റ്റേഡിയത്തിലേക്ക് കയറ്റിയത്. നേരത്തെ തന്നെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു മുംബൈ ക്യാമ്പിൽ ഹാർദിക് രോഹിത് പോര് രൂക്ഷമാണെന്ന്. ഇപ്പൊ ഇതൊക്കെ വയ്ക്കുമ്പോൾ മുംബൈ ക്യാമ്പ് എങ്ങനെയുണ്ട്? വളരെ സമ്മർദ്ദത്തിലാണ് തീർച്ചയായിട്ടും. ഇതൊരു ഈ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ എന്നുള്ളൊരു റിസ്റ്റിനൊന്നും അത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ട. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. അവിടെ ക്യാപ്റ്റൻ വേറെയെന്നോ സീനിയർ താരം വേറെയെന്നോ ഒരു പ്രത്യേകതയില്ല. പക്ഷെ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് നമ്മൾ നോക്കണം. കാരണം ഈ പറയുന്ന രോഹിത് ശർമ്മ ഒരിക്കലും ബാറ്റിങ്ങിൽ ഒരു മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത് മുംബൈ ടീമിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ക്യാപ്റ്റൻസി അല്ല ഇതിലെ കാര്യം. ഇന്നലത്തെ മത്സരം തന്നെ എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ആദ്യം ഔട്ടാവുന്നു. രോഹിത് ശർമ്മയുടെ ഒരു തുടക്കം അത് മുംബൈ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ രോഹിത് ശർമ്മയെ പോലെയുള്ള ഒരു താരം ബാറ്റിംഗിൽ നിന്ന് പൂർണ്ണമായിട്ടും പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മുംബൈ ടീമിനെ അത് എഫക്ട് ചെയ്യുന്നു. കൂടാതെ ഹാർദിക് പാണ്ഡ്യയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. വിമർശനങ്ങളെല്ലാം മറുപടി പറഞ്ഞ് ഇനിയും 11 മത്സരങ്ങൾ ബാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും മുംബൈ ഒരു തിരിച്ചുവരവ് നടത്തുന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ നന്ദി സാർ, നമ്മൾ അത്രയധികം സമയം ചെലവഴിച്ചതിന്. അപ്പൊ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൗ സൂപ്പർ ജയൻസിനെയാണ് ബംഗളൂരുവിന്റെ തട്ടകത്തിൽ തന്നെയാണ് നേരിടുന്നത്. വൈകിട്ട് 7:30 മത്സരം. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. 2 മത്സരങ്ങളിൽ നിന്ന് ഒന്ന് വീതം വിജയവും പരാജയമുള്ള ലക്നൗ
പോയിന്റ് പട്ടികയിൽ 6-ാമതാണ്. അതേസമയം 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 2 തോൽവിയുമുള്ള ബാംഗ്ലൂരു 9-ാം സ്ഥാനത്താണ്. ബാറ്റിംഗിൽ മികച്ച ഫോം തുടരുന്നുണ്ടെങ്കിലും ബോളിംഗിലെ സ്ഥിരതയില്ലായ്മയാണ് ബാംഗ്ലൂരിനെ വലയ്ക്കുന്ന കാര്യം. നമുക്കറിയാം ബാംഗ്ലൂരുവിന്റെ ആ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിന്റെ ബാറ്റ്സ്മാൻമാർ മികച്ച രീതിയിലൊരു സ്കോർ പടുത്തുയർത്തിയിട്ട് പോലും ബൗളർമാർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ഒരു വീക്ക് പോയിന്റ് ആണ് അവരുടെ. കഴിഞ്ഞപ്പോഴേ ആരാധകരും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗളൂരിന്റെ മികച്ച ബാറ്റിംഗ് നിരയാണെങ്കിലും ബൗളിംഗിൽ ആരും തന്നെ ഇല്ല, സിറാജിനെ മാത്രം. അൽസാരി ജോസഫ് ഉണ്ടെങ്കിൽ പോലും ആർക്കും അങ്ങ് താളം കണ്ടെത്താൻ പറ്റുന്നില്ല ബാംഗ്ലൂർ. തീർച്ചയായും. കാരണം അതേസമയം മറുവശത്ത് ലക്നൗ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനോട് പരാജയപ്പെട്ടു. പക്ഷേ അതിനുശേഷം ശക്തമായ നിലയിൽ അവർ അടുത്ത മത്സരം വിജയിച്ച് തിരിച്ചു കയറി. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ന് നടക്കുന്ന മത്സരം തീർത്തും ആവേശകരമായ മത്സരമായിരിക്കും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ബാംഗ്ലൂരിന് അനുകൂലമായ ഒരു ആരാധക പിന്തുണ ഈ സ്റ്റേഡിയത്തിൽ ലഭിക്കും. എന്ത് തന്നെയായാലും ഇന്നത്തെ മത്സരം കൂടുതൽ ആവേശകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും IPL ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.